ആദ്യം തന്നെ പറയാം, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ ചേട്ടൻ പറഞ്ഞു ഉച്ചയ്ക്ക് ഇതുപോലെ പുളിശ്ശേരി, എന്ത് പുളിശ്ശേരി ആയാലും കുഴപ്പമില്ല, പിന്നെ ചിക്കൻ കറിയും അതുപോലെ പാവയ്ക്ക തോരനും. അപ്പോൾ ഇത് മെനു തന്നിട്ടാണ് കേട്ടോ പോയത്. എപ്പോഴും ഇങ്ങനെയല്ല, എപ്പോഴും കഴിക്കാൻ വരാറില്ല. പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വഴുതനങ്ങ പുളിശ്ശേരിയും ചിക്കനും അതുപോലെ പാവയ്ക്ക തോരനും ഉണ്ടാക്കി വെച്ച് അങ്ങനെ വന്ന്. അപ്പോൾ കുഞ്ഞൂസ് ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അവനും കൂടി കഴിക്കാൻ വേണമായിരുന്നു എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് വൈകുന്നേരം വരുമ്പോഴേക്കും പിള്ളേരൊക്കെ ഒന്ന് ഉഷാറായേ. അപ്പോൾ കേക്ക് കൊണ്ടുവരുന്നതും കാത്ത് നിന്ന് ക്ഷമ കെട്ടു കേട്ടോ രണ്ടുപേർക്കും. അങ്ങനെ കേക്ക് കൊണ്ടുവന്ന് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് കേക്കിന് കുറച്ച് അലങ്കാരമൊക്കെ ഉണ്ടാക്കിയേ. ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ഇങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടാണ്. അങ്ങനെ എല്ലാ പ്രാവശ്യം അങ്ങനെ മെഴുകുതിരിയൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ, ഞാൻ കത്തിക്കാറില്ല. മക്കളുടെ ബർത്ത്ഡേ നമ്മൾ നന്നായിട്ട് ആഘോഷിക്കുക, മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച്. നമ്മളൊക്കെ കുറച്ച് ആയില്ലേന്ന് കരുതിയിട്ട് എനിക്കെന്തോ ഒരു ചമ്മലായിരുന്നേ. അങ്ങനെ അവർ കത്തിച്ച് വെച്ചിട്ട് ഊതിയിട്ടൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് ബർത്ത്ഡേ നല്ല മനോഹരമായിട്ട് അങ്ങ് തീർന്നു കേട്ടോ. ഓരോ വയസ്സ് കൂടുന്തോറും ഇങ്ങനെ എന്താ പറയുക ടെൻഷൻ കൂടി വരുവാണ് കേട്ടോ. കാരണം നമ്മുടെ ആ ഒരു കുട്ടിത്തൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടുകയാണല്ലോ. മക്കളും അതിൻ്റെ കൂടെ വലുതാവുന്നു, അവരെ കുട്ടിത്തവും പോകുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു വല്ലാത്തൊരു എന്താ പറയുക ടെൻഷനും ആവലാതിയും വേവലാതിയൊക്കെയാണ്. അങ്ങനെ കുഞ്ഞൂസും മണിക്കുട്ടി 2-3 ദിവസമായിട്ടിട്ട് എന്നോട് അന്വേഷിച്ചിട്ട് ഡേറ്റൊക്കെ കണ്ടു വെച്ചിട്ട് അവർ കുറച്ച് ഗ്രീറ്റിങ്സൊക്കെ റെഡിയാക്കി തന്നെ. അവർക്ക് ഓർമ്മയാണ് കേട്ടോ ജൂലൈ വരുമ്പോൾ. അങ്ങനെ നമ്മൾ രാത്രിയിൽ പുറത്തുനിന്നാണ് കേട്ടോ ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് കഴിച്ചത്. അങ്ങനെ ഫ്രൈഡ് റൈസും അതുപോലെ നൂഡിൽസുമാണ്, ചിക്കൻ നൂഡിൽസും ചിക്കൻ ഫ്രൈഡ് റൈസും. കുഞ്ഞൂസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പായസം വൈകുന്നേരം വെച്ചില്ല. അങ്ങനെ രാത്രിയിൽ പായസവും വെച്ച് ഈ ഒരു വർഷത്തോടും കൂടിയിട്ട് വിട പറയാണ് കേട്ടോ. ഓരോ വർഷം കഴിയുന്തോറും ഓരോ വയസ്സ് കൂടുക.